ആദ്യ പുസ്തകം അധ്യായം 33. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. യാക്കോബ് കണ്ണുകൾ ഉയർത്തി നോക്കി. ഏശാവും അവനോടുകൂടെ 400 പുരുഷന്മാരും വരുന്നത് കണ്ടു. അവൻ ലേയയുടെ മക്കളെയും റാഹേലിൻ്റെ മക്കളെയും ദാസിമാരുടെ മക്കളെയും തമ്മിൽ ഭാഗിച്ചു. ദാസിമാരെയും മക്കളെയും മുമ്പിലും ലേയയെയും മക്കളെയും അതിനു പിമ്പിലും റാഹേലിനെയും യൗസേപ്പിനെയും ഒടുവിലുമായി കടത്തിവിട്ടു. അവൻ അവരുടെ എല്ലാം മുമ്പിൽ കടന്ന് തൻ്റെ സഹോദരൻ്റെ അടുത്ത് എത്തും വരെ 7 തവണ നിലത്ത് വീണു നമസ്കരിച്ചു. ഏശാവ് അവനെ എതിരേറ്റ് ഓടിച്ചെന്ന് അവനെ ആശ്ലേഷിച്ച് അവൻ്റെ കഴുത്തിൽ വീണു ചുംബിച്ചു കരഞ്ഞു. ഏശാവ് കണ്ണുകൾ ഉയർത്തി നോക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. ഇവർ എവിടെ നിന്നുള്ളവർ എന്ന് അവൻ ചോദിച്ചതിന്, ദൈവം അടിയന് തന്ന കുഞ്ഞുങ്ങളാകുന്നു എന്ന് യാക്കോബ് പറഞ്ഞു. ദാസിമാരും അവരുടെ മക്കളും അടുത്തു ചെന്ന് വന്ദിച്ചു. ലേയയും മക്കളും അടുത്തു ചെന്ന് വന്ദിച്ചു. അതിനുശേഷം റാഹേലും യൗസേപ്പും അടുത്തു ചെന്ന് വന്ദിച്ചു. ഏശാവ് യാക്കോബിനോട്, നീ അവയുമായി എന്നെ എതിരേറ്റ ഈ കൂട്ടമെല്ലാം എന്തിനെന്ന് ചോദിച്ചു. യജമാനന്റെ കണ്ണുകളിൽ എനിക്ക് കൃപ ലഭിക്കേണ്ടതിന് അത്രേ എന്ന് യാക്കോബ് പറഞ്ഞു. ഏശാവ് അവനോട്, എനിക്ക് വേണ്ടതിലധികമുണ്ട്. എൻ്റെ സഹോദര, നിൻ്റേത് നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് അവനോട് പറഞ്ഞത്, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കാഴ്ച കൈക്കൊള്ളണമേ. ഇപ്പോൾ ഞാൻ നിന്റെ മുഖം കണ്ടത് ഒരു മാലാഖയുടെ മുഖക്കാഴ്ച പോലെയാണ്. നീ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. ദൈവം എന്നോട് കരുണ ചെയ്തിരിക്കുകയാലും എനിക്കിന്ന് എല്ലാം ഉള്ളതിനാലും ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനം സ്വീകരിക്കണമേ. ഇങ്ങനെ അവൻ നിർബന്ധിക്കുകയും അവൻ അത് സ്വീകരിക്കുകയും ചെയ്തു. ഏശാവ് അവനോട്, നമുക്ക് യാത്ര പുറപ്പെടാം, ഞാൻ നിനക്ക് മുമ്പേ പോകാം എന്ന് പറഞ്ഞു. യാക്കോബ് അവനോട് പറഞ്ഞത്, കുഞ്ഞുങ്ങൾ ചെറുപ്പമാണെന്നും കറവയുള്ള ആടുമാടുകൾ ഉണ്ടെന്നും നിനക്ക് അറിയാമല്ലോ. ഒറ്റ ദിവസം കൊണ്ട് അവയെ ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യജമാനൻ അടിയനു മുമ്പേ കടന്നു പോയാലും എൻ്റെ കന്നുകാലികൾക്കും കുഞ്ഞുങ്ങൾക്കും നടക്കാവുന്ന വിധത്തിൽ സാവധാനത്തിൽ നടത്തി ഞാൻ യജമാനന്റെ അടുക്കൽ സേയീറിൽ എത്തിക്കൊള്ളാം. ഏശാവ് അവനോട്, എൻ്റെ കൂടെയുള്ള ആളുകളിൽ കുറെ പേരെ നിന്റെ അടുക്കൽ നിർത്താം എന്ന് പറഞ്ഞു. അതെന്തിന്? എനിക്ക് യജമാനന്റെ ദൃഷ്ടിയിൽ കരുണ കണ്ടെത്തിയാൽ മതി എന്ന് യാക്കോബ് പറഞ്ഞു. അന്ന് തന്നെ ഏശാവ് സേയീറിലേക്ക് മടങ്ങിപ്പോയി. യാക്കോബ് സക്കൂത്തിലേക്ക് പോയി തനിക്ക് ഒരു വീടുണ്ടാക്കി കന്നുകാലികൾക്ക് തൊഴുത്തും കെട്ടി. ഇതു നിമിത്തം ആ സ്ഥലത്തിന് സക്കൂത് എന്ന് പേരായി. യാക്കോബ് പദൻ അറാമിൽ നിന്ന് വന്ന ശേഷം കനാൻ പ്രദേശത്തെ ശെഖേമിലെ ഒരു പട്ടണമായ ശാലേമിൽ സമാധാനത്തോടെ വന്നെത്തി. ശെഖേമിന്റെ പിതാവായ ഹാമൂറിന്റെ മക്കളിൽ നിന്ന് 100 ആടുകളെ കൊടുത്ത് ആ സ്ഥലത്തിന്റെ അവകാശം അവൻ വിലയ്ക്ക് വാങ്ങി. അവൻ അവിടെ കൂടാരമടിച്ച ശേഷം ഒരു ബലിപീഠം പണിതു. അതിന് ഈൽ ആലോഹോ ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.